പ്രിയൻ, ഈ ഒരു മലയാളം ടെലിവിഷൻ വാർത്താ ചാനൽ അതിലെ അവതാരകനെതിരെ കേസെടുത്തിരിക്കുന്നു എന്ന് വാർത്ത കേട്ടു. പ്രധാനമന്ത്രിയെ അപമാനിച്ചു എന്നാണ് പറയുന്നത്. അയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിത 192 അതേപോലെ 356 2 ആ വകുപ്പുകൾ പ്രകാരമാണ്. അപ്പോൾ ഈ 192 പ്രകാരം എടുത്ത കേസാണെങ്കിൽ 1 വർഷം ജയിലിലിരുന്ന് ഗോതമ്പുണ്ട തിന്നേണ്ടി വരും. 356 ആണെങ്കിൽ 2 വർഷം വരെ പോകും. ആരാണിത്? ഞാൻ മനസ്സിലാക്കുന്നത് മറ്റേ 1.25 ചാനൽ വാർത്ത ഇതിലാണെന്ന് തോന്നുന്നത് വന്നിരിക്കണം. അങ്ങനെയാണ് ഞാൻ കേട്ടത്. മുക്കാൽ മീഡിയ. ഓക്കെ. ലഷ്കർ ഇ തയ്യബയുടെ മീഡിയ എന്നും അതിനെപ്പറ്റി പറയാറുണ്ട്. ഇത് അവതാരകൻ ആരാണ് എന്നൊന്നും എനിക്കറിയില്ല. അയാൾ എന്താ പറഞ്ഞത്? എന്താ കാരണം? എന്താ? ജിമ്മി ജെയിംസ് എന്നാണ് ഈ ജേർണലിസ്റ്റിന്റെ പേര്. ജിമ്മി ജെയിംസ്. ആ അപ്പോൾ ഇയാൾ പറഞ്ഞിരിക്കുന്നത് പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചതിലാണ് കേസെടുത്തിരിക്കുന്നത്. കേസ് ഡൽഹിയിലാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ തിഹാർ ജയിലിൽ ഇയാൾക്ക് വേണ്ടിയിട്ട് ഒരു മുറി ബുക്ക് ചെയ്യപ്പെട്ടു എന്നാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ പറയുന്നത്. BNSന്റെ സാറ് പറഞ്ഞ പോലെ 192, 356 2 വകുപ്പ് പ്രകാരമാണ് കലാപത്തിന് പ്രേരിപ്പിക്കൽ, അപകീർത്തിപ്പെടുത്തൽ എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അതായത് നമുക്ക് ഒരു സാമാന്യഗതിയിൽ ഒരു ബോധമുള്ള ഒരു മനുഷ്യൻ വിമർശിക്കുന്നതിന് നല്ല ഭാഷ ഉപയോഗിക്കും. ഇയാൾക്ക് അത് വശമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പുലഭ്യം പറഞ്ഞ് ശീലിച്ചു പോയതിൻ്റെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ചിലർക്ക് ജന്മന അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ പൈതൃകമായിട്ട് ലഭിക്കുന്ന സ്വഭാവം അങ്ങനെ ആയിരിക്കാം. ഗുണമേന്മയാണ്. അതെ, അങ്ങനെ ആയിരിക്കാം ചിലർക്ക്. അപ്പൊ ഈ നീചബുദ്ധികൾക്ക് പലപ്പോഴും സംഭവിക്കാറുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവഹേളിച്ച് മാത്രമാണ് ശീലം. കാരണം അവർക്ക് നല്ല ചിന്ത മനസ്സിൽ വരില്ലല്ലോ. അവർക്ക് വരുന്ന ചിന്ത എന്ന് പറയുന്നത് ഇത്തരത്തിൽ ആക്ഷേപിക്കുക, അധിക്ഷേപിക്കുക, ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ്, ഒരു ഒരു ഇതുപോലുള്ള ആൾക്കാരുടെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ പറയുന്ന ഭ്രാന്തമായിട്ടുള്ള വിരോധം, വിദ്വേഷം ഇതൊക്കെ മനസ്സിൽ സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. അത് വ്യക്തികളോടായിരിക്കാം, ചിലപ്പോൾ രാഷ്ട്രീയ ആശയങ്ങളോടായിരിക്കാം, മതത്തിനോടായിരിക്കാം, ഒരു സംസ്കാരത്തിനോടായിരിക്കും. ഈ കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ധമായ ഹിന്ദു വിരോധത്തിൽ നിന്ന് ഉടലെടുത്ത BJP വിരോധം, അതിൽ നിന്ന് പ്രധാനമന്ത്രിയോടുള്ള വിരോധം, അത് പിന്നീട് രാജ്യവിരുദ്ധതയായിട്ട് മാറുന്നു. അപ്പോൾ കുടിലമായ ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാതാള ബുദ്ധി എന്നൊക്കെ ചിലപ്പോൾ പറയും സാർ. അതിൻ്റെയൊക്കെ അങ്ങേ അറ്റത്ത്, അതിനപ്പുറം ഒരു അധോതലം ലോകത്തുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാൽ അത്രയേറെ പൂർണ്ണമായിട്ടുള്ള ക്രമിച്ചുപോയ ഒരു മനസ്ഥിതി ഉള്ളവരാണ് ഇത്തരത്തിലൊക്കെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി. സാറിന് അറിയാമല്ലോ സാർ, വാജ്പേയി രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് പോലും ഭരണപക്ഷത്തെ വിമർശിക്കും. പക്ഷെ രാജ്യത്തിൻ്റെ ഒരു കാര്യം വന്നാൽ നമ്മൾ അവിടെ ഒന്നിച്ച് നിൽക്കുകയും പ്രധാനമന്ത്രിക്കും ഭരണ സംവിധാനത്തിനും ഒപ്പം നിൽക്കുകയും ചെയ്യും. പക്ഷെ ഇവിടെ അന്ധമായ വിരോധം, ഹിന്ദു വിരോധം, BJP വിരോധം, രാഷ്ട്രവിരോധം, പ്രധാനമന്ത്രിയുള്ള വിരോധം എല്ലാം കാരണം പ്രധാനമന്ത്രിയെ ചാണകത്തലയെന്നാണ് ഇയാൾ വിളിച്ചിരിക്കുന്നത് എന്നുള്ളത്. എത്രത്തോളം കുടിലമായ ബുദ്ധി ഉണ്ടെങ്കിലാണ് ഇങ്ങനെ ചിന്തിക്കുക സാർ. ഇത് ഇത് പ്രത്യേകിച്ചും ഈ മുക്കാൽ ചാനലിൻ്റെ കാഴ്ചക്കാരെന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ് ഉള്ള കാര്യം തുറന്നു പറയണല്ലോ. അതൊരു ഇസ്ലാമിക് ചാനലാണ്. അപ്പോൾ ഇസ്ലാമിസ്റ്റുകൾ, മൗദൂദി ഇസ്ലാമിസ്റ്റ് ചാനലുകൾ ഈ പറഞ്ഞ, അതല്ലെങ്കിൽ പിന്നെ ലഷ്കർ എ തയ്യബയായിട്ടൊന്നും ബന്ധപ്പെടുത്തൂലല്ലോ ഈ ചാനലിനെ. അതിൻ്റെ ഫോളോവേഴ്സ് മാത്രമായിരിക്കണം ഈ ചാനലിനെ കാണുന്നത്. ഇപ്പം ഇതിനു മുമ്പ് ഈ ചാനലിൻ്റെ ലൈസൻസ് വന്നിട്ട് ഒരു തവണ കട്ട് ചെയ്തതാണ്. വളരെ ദേശവിരുദ്ധമായിട്ടുള്ള വാർത്തകൾ പ്രക്ഷേപണം ചെയ്തത് കാരണം. അന്നൊരു ഒരു പ്രമോദ് എന്ന് പറഞ്ഞ ഒരു ആളുണ്ടായിരുന്നു, എന്താ രാമൻ പ്രമോദോ. എനിക്ക് അയാളെ അറിയാം. അയാൾ ഏഷ്യാനെറ്റിൽ വാർത്ത വായിച്ചിരുന്ന ആളാണ്. അന്ന് ഞാൻ അയാൾക്ക് പ്രമോദ് എന്ന് മാത്രമേ പേരുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ രാമൻ എന്നുള്ള വാക്ക് ശ്രീരാമനെ അപമാനിക്കാൻ വേണ്ടിയിട്ട് കൂട്ടിച്ചേർത്താണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം അവർക്കൊക്കെ പൊതുവെ ഈ രാമനൊക്കെ ഒരു ഹൈന്ദവ വിരോധം വളരെ വ്യക്തമായിട്ടുണ്ട്. അവിടെ ഈ കേരള മാധ്യമ രംഗത്ത് ഇങ്ങനെ ഒരു ഹൈന്ദവ വിരുദ്ധ മനസ്ഥിതി വെച്ച് പുലർത്തുന്ന കുറേ അധികം വാർത്താ അവതാരകരും റിപ്പോർട്ടർമാരുമുണ്ട്. ഇപ്പം ഈ വാർത്താ അവതാരകരാണെങ്കിൽ വാർത്താ വായനക്കാരെന്ന് പറഞ്ഞാലും അവർ വാർത്ത വായിക്കുക, അല്ലേ, വാർത്ത ഇന്നതാണെന്ന് പറയുക, അതിനർത്ഥം അവരുടെ അഭിപ്രായം കുത്തിക്കയറ്റേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തിരുവനന്തപുരത്തെ സ്റ്റുഡിയോയിൽ ഇരുന്നുകൊണ്ട് കശ്മീരിൽ നടക്കുന്ന സംഭവഗതികളെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത് തന്നെ ശുദ്ധ ഒന്നാന്തരം അസംബന്ധമാണ്. കാരണം അയാൾക്ക് അറിയില്ല, ഈ സ്റ്റുഡിയോയ്ക്ക് അപ്പുറത്ത് എന്താ നടക്കണേന്ന് അയാൾക്ക് അറിയില്ല. ആരോ എന്തോ പറയണു, അത് കേട്ടിട്ട് അയാൾ ഏറ്റു പറയണു. അത് വിശ്വസിക്കാൻ കുറേ
പാവപ്പെട്ട മുസ്ലിം സമുദായത്തിൽപ്പെട്ട ജനങ്ങൾ അവരിതാണ് ഇതായിരിക്കുന്നത്. അപ്പം ഈ കേസ് വളരെ ഗൗരവമായ ഒരു കേസാണ്. ഇതാരെങ്കിലും കേസ് കൊടുത്തത് നന്നായി. ഇതുപോലെ പല അവതാരകർക്കെതിരെയും കേസ് കൊടുക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ. ഇത് ആദ്യത്തെ കേസാണ് സാർ. ഇനി അങ്ങോട്ട് കേസുകൾ വരാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് ലഭിക്കുന്ന വിവരം. ഡൽഹിയിലാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ബാക്കി രാജ്യത്തിന്റെ പല ഭാഗത്ത് നിന്നും ആൾക്കാർക്ക് ഈ സംഭവത്തിൽ പ്രതിഷേധമുണ്ട്. കാരണം ഈ വാർത്ത ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലാകെ തന്നെ ഇയാൾ ഈ പറഞ്ഞ പുലഭ്യം ഇതിങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. തർജ്ജമ ചെയ്തിട്ട് ഹിന്ദിയിലും മറ്റ് പല ഭാഷകളിലുമൊക്കെ ആൾക്കാരെടുത്തിട്ട് ഇയാൾ ഇങ്ങനെയാണ് രാജ്യവിരുദ്ധനായിട്ടുള്ള, ഉത്തരേന്ത്യയിൽ നിന്നും മാധ്യമപ്രവർത്തകർക്കൊക്കെ വലിയ വിയോജിപ്പുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ പോലും അവർ ഇങ്ങനെ സംസാരിക്കില്ല. ഇവിടെ ഇങ്ങനെ സംസാരിക്കുന്നത്, അതായത് വെറും തറ വർത്താനം എന്നൊക്കെ പറയില്ല, തറയ്ക്കൊക്കെ ഒരു പരിധിയുണ്ട് എന്നുള്ളതാണ്. അതിലും ഏറ്റവും നീചമായിട്ടുള്ള വർത്താനം പറയുന്ന ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ പല ഭാഷകളിലെ ആൾക്കാർ ഇതേ പ്രശ്നത്തെ ട്രാൻസ്ലേറ്റ് ചെയ്ത് എത്തിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഈ കാണുന്ന ആൾക്കാർ ഇയാൾക്കെതിരെ വലിയ വികാരം ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെയൊക്കെ മാധ്യമപ്രവർത്തകർ സംസാരിക്കുമോ എന്ന അതിശയമാണ് രാജ്യത്തുള്ള ജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം. അപ്പോൾ കൂടുതൽ കേസ് വരാനുള്ള സാധ്യത വളരെയധികം ഉണ്ട്. പിന്നെ അദ്ദേഹം ഒരുപക്ഷെ വിചാരിച്ചിട്ടുണ്ടാവും നമ്മളുടെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവും സംസാരിക്കുന്ന ശൈലി ഇതാണല്ലോ. അവർ രണ്ടുപേരും സംസാരിക്കുമ്പോൾ ഇങ്ങനെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിക്കുകയും അപലപനീയമായ ഭാഷകൾ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ ഞാനും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെയും അടുത്ത തവണ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യും എന്നുള്ള ഒരു ധാരണ എന്തെങ്കിലും അയാൾക്കും ഉണ്ടാവും. പ്രത്യേകിച്ച് അയാൾ ന്യൂനപക്ഷ സമുദായക്കാരനും കൂടിയാണ്. ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഒരു ന്യൂനപക്ഷ സമുദായക്കാരൻ ഇതുപോലെ നരേന്ദ്രമോദിനെ സ്വന്തം ടെലിവിഷൻ ചാനലിൽ കൂടിയും അതേപോലെ വാർത്താ ലേഖനങ്ങളിൽ കൂടിയൊക്കെ അധിക്ഷേപിച്ച് രാജ്യസഭാ മെമ്പറായിട്ടുണ്ട്. പേര് പറയാനുള്ള ഇന്ന് പേര് പറയാൻ കൊള്ളൂല. അത് അപ്പോൾ ഇത് ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ് കേട്ടോ. ഞാൻ ഈ ദേശീയ ചാനലുകൾക്ക് ഒപ്പം തന്നെ അന്തർദേശീയ ചാനലുകൾ, ഇപ്പോൾ ഫ്രാൻസ് 24 എന്ന് പറഞ്ഞ ചാനലുണ്ട്, RTA ഉണ്ട്, RT റഷ്യൻ ചാനലാണ്, പിന്നെ BBC ഞാൻ കാണാറില്ല, ദെൻ CNN ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ വാർത്ത വായിക്കുന്നത്, വാർത്ത അവതരിപ്പിക്കുമ്പോഴും ഒരിക്കലും വ്യക്തിവൈരാഗ്യമോ അതല്ലെങ്കിൽ വിരുദ്ധതയോ ഒന്നും അവരവരുടെ ചാനൽ വഴി അവർ വിളിച്ച് പറയാറില്ല. പലർക്കും എന്താ ഇന്ത്യയോട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ BJPയോട് പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയോട് വൈരാഗ്യമുള്ളവരുണ്ടാവും. കാരണം വിവരമില്ലാത്തവരാണ് ഈ ചാനലിലുള്ളവർ മുഴുവൻ. അവർക്ക് ഇന്ത്യനെ കുറിച്ച് ഒന്നും അറിയില്ല. ഇപ്പം ഡൽഹിയിലുള്ള പലർക്കും എന്താ പറയുക, വിന്ധ്യാപർവ്വതം കഴിഞ്ഞാൽ പിന്നെ എല്ലാം മദ്രാസിയാണ്. അപ്പോൾ അതൊരു കാര്യം നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. മാധ്യമ വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. സ്വന്തം രാഷ്ട്രീയ നിലപാട് എന്താണെങ്കിലും സ്വന്തം മതത്തിനോട് ഡെഡിക്കേറ്റഡ് ആണെങ്കിലും നമ്മളത് വായനക്കാരെ അതല്ലെങ്കിൽ പ്രേക്ഷകരെ അറിയിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട പ്രധാന കാര്യമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഞാനൊക്കെ പഠിച്ച ജേർണലിസം ഒന്നും അല്ലല്ലോ. നിങ്ങൾ ചെറുപ്പക്കാരുള്ളവർ എന്തൊക്കെയാണ് ഇപ്പോൾ പുതിയതായിട്ട് പഠിപ്പിക്കണേന്ന് അറിയില്ല. ജേർണലിസം പഠിപ്പിക്കണേ മാർക്സിസ്റ്റുകാരാ. അതെ അതെ, അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, ഈ വാർത്ത ഇങ്ങനെ അങ്ങോട്ട് കയറ്റി കൊടുത്തോന്ന്. അപ്പം അതിൻ്റെ പരിശുദ്ധി, അതൊരു വാർത്തയ്ക്കൊരു എന്താ ഒരു പരിശുദ്ധി എന്ന് പറയുന്നതിനേക്കാളും വേറൊരു വേർഡുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് നശിച്ചു പോകും. അത് നശിപ്പിച്ചിട്ടാണ് വാർത്തകൾ ടെലികാസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇതായിരിക്കാം പ്രധാന കാരണം. ഈ എന്താ പാർലമെൻറ്റിലേക്കോ നിയമസഭയിലേക്കോ എങ്ങാനും സീറ്റ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇങ്ങനെ പ്രധാനമന്ത്രിയെ അപമാനിക്കുന്നത്. പാർലമെന്റിന് ഇനി ആ ഒരു വിധിയും കൂടെ കാത്തിരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. കുറച്ച് ദിവസം കോടതി കയറി ഇറങ്ങും. അവസാനം നമുക്ക് അദ്ദേഹത്തിന് അതൊരു ഇവാഞ്ചലിസ്റ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? മതവിരോധം തന്നെയാണ് ഇതിൻ്റെ അകത്ത് അടിസ്ഥാനമായിട്ടുള്ള കാര്യം. സ്വന്തം മതത്തിലോടുള്ള പ്രേമവും അപരവിദ്വേഷവുമാണ്. അപരവിദ്വേഷമാണല്ലോ ഇവരെ എല്ലാം നയിക്കുന്നത്. പിന്നെ ഈ മൗദൂദി ചാനലിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ മൗദൂദി ചാനലിൽ പോയി കഴിഞ്ഞാൽ മറ്റു മതത്തിൽപ്പെട്ടവർക്ക് ഒരു പ്രത്യേകത കൂടി ഉണ്ടാകും സാർ. അവിടെ ഇരിക്കുന്നവരെക്കാൾ തീവ്രവാദികളായിട്ട് ഇവർ സംസാരിക്കും എന്നുള്ളതാണ്. രാജാവിനേക്കാളും വലിയ രാജഭക്തി എന്ന് പറയുന്നത് ഈ മൗദൂദി ചാനലിനെ കുറിച്ചിട്ട് ഞാൻ ഒരു കാര്യം രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്ന് പറയുന്നതിനേക്കാളും വളരെ നന്ദി 100% കൂടിയ പട്ടികൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവും.
മനസ്സിലായില്ല. അത് ആഹാരം കൊടുക്കുന്ന ഒരാളൊഴികെ ആ കുടുംബത്തിലെ ആരെ കണ്ടാൽ പോലും കുരയ്ക്കും. അങ്ങനെ ചില പട്ടികളുടെ ഒരു പ്രത്യേകത അതാണ് എന്നുള്ളതാണ്. കാവലേൽപ്പിച്ചാൽ പിന്നെ ഭയങ്കര പ്രശ്നമാണ്. ഓക്കെ, ഓക്കെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മറ്റുള്ളവർ പറയാത്ത വാർത്തകളാണ് നിങ്ങളിലേക്ക് ഇന്ത്യ ലൈവ് എത്തിക്കുന്നത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോൾ തന്നെ ചെയ്യണം.